ഈ രണ്ടുപേരും നമ്മുടെ നാടിന്റെ ശത്രുക്കളാണെന്ന് മനസ്സിലാക്കി ബില്ല് വലിച്ചു കീറി സ്പീക്കറുടെ ചേംബറിലേക്ക് എറിഞ്ഞതിന്റെ പേരിൽ സ്പീക്കർ സസ്പെൻഡ് ചെയ്ത അപൂർവം എം പിമാരിൽ ഒരാളാണ് ഞാൻ. BJP-യെയും അന്ധമായ കോൺഗ്രസ് വിരോധം വെച്ചു പുലർത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളായി കണ്ട്. ഞാൻ അലിമാണിക്കത്താണ്. പ്രിയമുള്ളവരെ, ഇന്ന് എന്റെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ആരാണെന്ന് ഗസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ? കാസർഗോഡ് ജില്ലയിൽ വികസന നായകൻ, അതായത് MP എന്താണെന്ന് നമ്മൾ ന്യൂസ് ചാനലുകളിലൂടെയും പത്രങ്ങളിലൂടെയും മാത്രം കണ്ടു നിൽക്കുന്ന ഒരു സമയത്താണ് ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു MP എന്നുള്ള നിലയിൽ വന്നെത്തിയ ഒരു ജനനായകൻ ഇപ്പോൾ കാസർഗോഡ് എത്തിയിരിക്കുന്നത്. ആ ജനനായകൻ കാസർഗോഡ് ലോകസഭയിലേക്ക് ജനവിധി തേടുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കാം. അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന് നിങ്ങളോട് പറയാനുള്ളത്? വോട്ട് ചെയ്യാൻ തന്നെയാണ് പറയാനുള്ളത്. എങ്കിലും അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതും കൂടി കേൾക്കാം. ഇതാ നമ്മുടെ ആ നായകൻ ഇവിടെ ഇരിക്കുകയാണ്. വളരെ ടയേർഡാണ്. കാരണം ഇലക്ഷൻ വർക്കെല്ലാം നിങ്ങൾക്ക് അറിയാം. ക്ഷീണിതനാണ്. സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു ക്ഷീണത്തിലാണ് മൂപ്പര് ഇരിക്കുന്നില്ലത്. ഇപ്പോഴത്തെ ചൂടും കാര്യങ്ങളെല്ലാം അറിയാം. എങ്കിലും മൂപ്പരെ ഞാൻ റിക്വസ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ചാനലിലൂടെ 2 വാക്ക് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കാഞ്ഞങ്ങാട് മാണിക്കോത്ത് സംസു, ആസിഫ് എല്ലാം കോൺഗ്രസിന്റെ ഒക്കെ നേതാക്കന്മാരാണ്. എന്തായാലും നിങ്ങളോട് 2 വാക്കെങ്കിലും മൂപ്പര് സംസാരിക്കും. സർ, എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? 2019 തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കാൻ ഞാൻ എത്തിച്ചേർന്നപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ എനിക്ക് നൽകിയ സ്നേഹം, വാത്സല്യം, സഹായം, സഹകരണം അതൊന്നുകൊണ്ട് മാത്രമാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയായ ഇന്ത്യൻ പാർലമെന്റിൽ ഒരു അംഗമാകാൻ എനിക്ക് മഹാഭാഗ്യം ഉണ്ടാക്കി തന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം പാർലമെന്റിനകത്തും പുറത്തും ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പൗരത്വ നിയമം ഭേദഗതി ചെയ്യുന്ന ആ ബില്ല് കൊണ്ടുവന്നപ്പോൾ ആ ബില്ല് വലിച്ചു കീറി സ്പീക്കറുടെ ചേംബറിലേക്ക് എറിഞ്ഞതിന്റെ പേരിൽ സ്പീക്കർ സസ്പെൻഡ് ചെയ്ത അപൂർവം MP മാരിൽ ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ ഏകീകൃതമായ സിവിൽ കോഡ് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അതിനെയും ശക്തമായി എതിർത്തു. മണിപ്പൂരിൽ വംശീയ ഹത്യ നടത്തി കുക്കി ക്രിസ്ത്യാനികളെ ഉന്മൂലനം ചെയ്യുന്ന ഒരു നടപടി വന്നപ്പോൾ അതിനെയും ശക്തമായി എതിർത്ത ഒരു പാർലമെന്റ് അംഗമാണ് ഞാൻ. ഇന്ത്യൻ പാർലമെന്റിൽ കാസർഗോഡ് എയിംസിന് വേണ്ടി അതിശക്തമായി വാദിക്കുകയും അതുപോലെ തന്നെ എൻഡോസൾഫാന്റെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു പാക്കേജ് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഞാൻ ചെയ്തിട്ടുണ്ട്. അംഗനവാടി ടീച്ചേഴ്സ്, ആശാ വർക്കർമാർ, കുടുംബശ്രീ വർക്കർമാർ, അതുപോലെ ഖാദി വർക്കർമാർ, ഇവർക്കൊക്കെ ആനുകൂല്യം വർദ്ധിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചുവെന്നും ഇവരിൽ പലരെയും സർക്കാർ ജീവനക്കാരെ അംഗീകരിക്കണമെന്നും പാർലമെന്റിൽ ശക്തമായ പ്രമേയം കൊണ്ടുവന്നു. ഇന്ത്യയിൽ 22 ഭാഷകളാണ് ഷെഡ്യൂൾഡ് 8ാം പടിയിൽ പെടുന്നത്. തുളു എന്ന് പറയുന്ന ഭാഷ സപ്തഭാഷാ സംഗമഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷയിലൊന്നാണ്. ആ ഭാഷയെ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂൾ പെടുത്താൻ ആദ്യമായി ഇന്ത്യൻ പാർലമെന്റ് ശബ്ദമുയർത്തിയതും ഞാനാണ്. അതുപോലെ തന്നെ പ്രവാസി മലയാളികൾക്ക് വേണ്ടി സീസണിലായി അവരെ കൊള്ളയടിക്കുന്ന വിമാനക്കപ്പലുകൾക്കെതിരെ അതിശക്തമായി പാർലമെന്റിൽ പ്രതികരിച്ചിട്ടുള്ള ഒരു MP കൂടിയാണ് ഞാൻ. ചുരുക്കി പറഞ്ഞാൽ കാസർഗോഡിന്റെ വികാരം പരിപൂർണമായി പ്രതിഫലിക്കാൻ എനിക്ക് സാധിച്ചു എന്ന് മാത്രമല്ല, റെയിൽവേയിൽ ഒരുപാട് വികസനം കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. റെയിൽവേയുടെ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മെമ്പർ എന്ന നിലയ്ക്കാണ് ആ വികസനം കൊണ്ടുവരാൻ സാധിച്ചത്. വന്ദേ ഭാരതിന്റെ 2 ട്രെയിനുകൾ കാസർഗോഡേക്ക് കൊണ്ടുവന്നു. ഒരെണ്ണം ഇപ്പോൾ മംഗലാപുരത്തേക്ക് നീട്ടി. പുതിയ ഒരു തീവണ്ടി ഉടൻ ആരംഭിക്കുകയാണ്. അത് മംഗലാപുരം രാമേശ്വരം റൂട്ടിലാണ് ഓടുന്നത്. അതുകൂടാതെ ഈ അടുത്ത കാലത്ത് 2 സ്റ്റേഷനുകളെ അമൃത് ഭാരത് സ്റ്റേഷനാക്കി ഉയർത്തി. അതിന് കാസർഗോട്ടേക്ക് 25 കോടി 12 ലക്ഷവും പയ്യന്നൂരിന് 32 കോടി 24 ലക്ഷം രൂപ അനുവദിച്ചു. ഒരു 3 മാസം കഴിയുമ്പോൾ അന്താരാഷ്ട്ര നിലവാരമുള്ള 2 സ്റ്റേഷനായി കാസർഗോഡും പയ്യന്നൂരും മാറുകയാണ്. ഈ അടുത്ത കാലത്ത് കാസർഗോഡിന്റെ പല മേഖലകളിലും റെയിൽവേ ഗേറ്റുകൾ കാരണം ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു. 7 ROB റെയിൽവേ ഓവർബ്രിഡ്ജുകളാണ് ഇപ്പോൾ അനുവദിപ്പിച്ചിട്ടുള്ളത്. അതിന് ഏതാണ്ട് 275 കോടി രൂപ കേന്ദ്രത്തിൽ നിന്ന് അനുവദിച്ചു. 2 കണ്ണപുരം, 1 ഏഴിമല, 2 തൃക്കരിപ്പൂർ, 1 കോട്ടിക്കുളം, പിന്നെ 1 ഉപ്പള ഗേറ്റ്. അങ്ങനെ 7 ROBകൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. നിരവധി ട്രെയിനുകൾക്ക്
സ്റ്റോപ്പുകൾ അനുവദിക്കാനും എനിക്ക് ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് കാണിയൂർ തീവണ്ടിപ്പാതയുടെ എത്രയും വേഗം അത് ആരംഭിക്കാൻ ആവശ്യമായ സംവിധാനം ചെയ്തിട്ടുണ്ട്. കുമ്പള റെയിൽവേ സ്റ്റേഷനിൽ 30 ഏക്കർ സ്ഥലം റെയിൽവേയുടെ കൈവശമുണ്ട്. കുമ്പള ഒരു ടെർമിനൽ സ്റ്റേഷനാക്കിയാൽ കൂടുതൽ ട്രെയിനുകൾ കാസർഗോട്ടേക്ക് നീട്ടാനാകും. അപ്പോൾ റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 276 ഹൈമാസ് ലൈറ്റുകൾ, മിനിമാസ് ലൈറ്റുകൾ കാസർഗോഡിന്റെ വിവിധ ഭാഗത്തിട്ടിട്ടുണ്ട്. ഏതാണ്ട് 16ഓളം സ്കൂൾ ബസ്സുകൾ ഞാൻ അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കോവിഡ് മഹാമാരിയുടെ കാലത്ത് പരിയാരം മെഡിക്കൽ കോളേജിന് 60 ലക്ഷം രൂപ കൊടുത്ത് 5 വെന്റിലേറ്റർ അനുവദിച്ചിട്ടുണ്ട്. ഡോക്ടർമാർക്ക്, നഴ്സുമാർക്ക്, പാരാമെഡിക്കൽ സ്റ്റാഫിന്, ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് മഹാമാരിയുടെ കാലത്ത് PPE കിറ്റ്, N95 മാസ്ക്, സാനിറ്റൈസർ, അതുപോലെ തന്നെ ഓക്സിമീറ്റർ ഇത് വാങ്ങാൻ ഏതാണ്ട് 60 ലക്ഷം രൂപ ഞാൻ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കോടി രൂപയോളം ചെലവാക്കി 7 കമ്മ്യൂണിറ്റി ഹാൾ പട്ടികജാതിക്കാർക്ക് വേണ്ടി നിർമ്മിച്ചിട്ടുണ്ട്. അതുകൂടാതെ പട്ടികവർഗക്കാർക്ക് വേണ്ടി 55 ലക്ഷം രൂപയ്ക്ക് ഒരു ടർഫ് കോർട്ട് നിർമ്മിച്ചിട്ടുണ്ട്. 4 ആംബുലൻസുകൾ വിവിധ ആശുപത്രികൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. 50 ലക്ഷം രൂപയ്ക്ക് മുച്ചക്ര വാഹനങ്ങളും അതുപോലെ തന്നെ ഇലക്ട്രോണിക് വീൽ ചെയറും ഭിന്നശേഷിക്കാരായ അംഗവൈകല്യം എന്നവർക്ക് വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വായനശാലകൾക്ക് വായനശീലം വളർത്താൻ പുസ്തകം വാങ്ങാൻ 5 ലക്ഷം രൂപ വെച്ച് കൊടുത്തിട്ടുണ്ട്. സ്കൂളുകൾക്ക് കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, അതുപോലെ തന്നെ മൊബൈൽ ഫോൺ ഓൺലൈൻ വിദ്യാഭ്യാസത്തിനായി വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 19.5 കോടി രൂപയാണ് എനിക്ക് MP ഫണ്ട് കിട്ടിയത്. ആ MP ഫണ്ട് മുഴുവൻ ചെലവഴിച്ച കേരളത്തിലെ അപൂർവ MPമാരിൽ ഒരാളാണ് ഞാൻ. അതുകൂടാതെ 996 കോടി രൂപ അഡീഷണലായി കേന്ദ്ര ഗവൺമെന്റ് അനുവദിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി സഡക് യോജന, അതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ റോഡുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രധാനമന്ത്രി സഡക് യോജന കൂടാതെ സാഗി പദ്ധതിയിൽ 5 പഞ്ചായത്തുകളെ പെടുത്തി അതിന് കോടികൾ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അമൃത് സരോവർ എന്ന പ്രോജക്റ്റിൽ കുളങ്ങൾ നവീകരിക്കാനും നിർമ്മിക്കാനും കേന്ദ്രത്തിൽ നിന്ന് പണം അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധി പ്രോജക്റ്റുകൾ കാസർഗോഡ് കൊണ്ടുവരാൻ വേണ്ടി കോടികൾ അനുവദിച്ചിട്ടുണ്ട്. 2024 തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ഇന്ത്യയിൽ ജനാധിപത്യത്തിലൂടെ നടക്കുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പ് ആയിക്കൂടുന്നില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് എല്ലാവരും കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. 36% വോട്ടുകൾ കൊണ്ടാണ് 10 വർഷമായി ഈ BJP ഇന്ത്യ ഭരിക്കുന്നത്. ബാക്കി മുഴുവൻ വോട്ടുകളും വിഘടിച്ചു നിൽക്കുകയാണ്. ഇന്ത്യയിലെ ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരു കുടക്കീഴിൽ അണിനിരന്ന് 2024 തെരഞ്ഞെടുപ്പിൽ BJPയെ താഴെ ഇറക്കുന്നില്ലെങ്കിൽ ഗുരുതരമായ ഭവിഷ്യത്ത് ഇന്ത്യൻ ജനാധിപത്യത്തിനുണ്ടാകും, മതേതരത്വത്തിനുണ്ടാകും. ഇന്ത്യയുടെ ഭരണഘടന അട്ടിമറിക്കപ്പെടും. അതുകൊണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന BJPയെയും അന്ധമായ കോൺഗ്രസ് വിരോധം വെച്ചു പുലർത്തുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും ഒരു നാണയത്തിന്റെ 2 വശങ്ങളായി കണ്ട് ഈ 2 പേരും നമ്മുടെ നാടിന്റെ ശത്രുക്കളാണെന്ന് മനസ്സിലാക്കി അവർക്കെതിരെ വിധി എഴുതുവാൻ ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ വിനിയോഗിക്കണം. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുകയാണ്. കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്ത് ഒരു പ്രാവശ്യം കൂടി എന്നെ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം കാസർഗോട്ടെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. 5 വർഷക്കാലം കാസർഗോട്ട് ഓരോ കുടുംബത്തിലെയും ഒരു അംഗമായി മാറാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും ഒരു കൂടപ്പിറപ്പായി, നിങ്ങളുടെ ഉണ്ണിച്ചയായി മാറിയ എനിക്ക് ഒരവസരം കൂടി തരേണ്ടത് ഈ നാടിൻ്റെ സമ്പൂർണമായ വികസനത്തിന് അനിവാര്യമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് ഈ നാട്ടിലെ ഉറഞ്ഞാടുന്ന തെയ്യങ്ങൾ, ഉറൂസുകൾ, പള്ളിപ്പെരുന്നാളുകൾ, നിക്കാഹുകൾ, കല്യാണം, ഈ നാട്ടിലെ ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കാളിയായ എന്നെ ഒരിക്കലും നിങ്ങൾ കൈയൊഴിയില്ലെന്നറിയാം. കഴിഞ്ഞ തവണ എനിക്ക് നൽകിയ 40,438 കൊണ്ട് ഭൂരിപക്ഷമാണ്. അതിന് 2 ഇരട്ടി ഭൂരിപക്ഷം നൽകി നിങ്ങൾ എന്നെ വിജയിപ്പിക്കണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. കൈപ്പത്തി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ഒരിക്കൽ കൂടി എന്നെ പാർലമെന്റിൽ അയക്കണമെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. താങ്ക് യു സർ. വികസനത്തിന്റെ ഒരു നീണ്ട നിര തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് നിരത്തി കഴിഞ്ഞു. ഇനി
വോട്ട് ആർക്ക് ചെയ്യണം എന്നുള്ള ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട, അത് നിങ്ങളുടെ മനസ്സിൽ വരികയുമില്ല. അതുകൊണ്ട് എന്തായാലും ഗോദയിൽ വെച്ച് കാണാം. അവിടുത്തെ പോരാളി നമ്മളെ ഉണ്ണിത്താൻ സാർ തന്നെയാണ്, ഞങ്ങളുടെ ഉണ്ണിച്ച. ഓക്കെ.